നമ്മെ ആദ്യം സ്നേഹിച്ച സ്നേഹസ്വരൂപനായ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ധനവും മാനവും ജ്ഞാനവും ഒക്കെ ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ കൂടിവരവിലൂടെയും ഉണ്ടാകുമാറാകട്ടെ. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ പ്രദർശന രംഗമായ കാൽവറിയിലൂടെ തൻ്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്ത പുത്രനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും വന്ദനങ്ങളും ആദരവോടെ എല്ലാവർക്കും അറിയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇതിന് ശേഷം ഞങ്ങളെ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന നിങ്ങളേവർക്കും കൂടെ വന്ദനങ്ങൾ. നമ്മോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾക്കായി ദൈവത്തിന് മഹത്വമർപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവസ്നേഹത്തിൻ്റെ ഒരു വിശേഷതയാണ് ദ ലവ് ഈസ് ഇനീഷ്യേറ്റഡ് ബൈ ഗാഡ്. നമ്മളെ ദൈവം ആദ്യം സ്നേഹിച്ചു എന്നുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി സ്നേഹിച്ചതല്ല, അവൻ നമ്മെ ഇങ്ങോട്ട് സ്നേഹിച്ചു. ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇറ്റ്സ് എ ലവ് ബൈ ഗിവിങ്. തന്നുകൊണ്ടുള്ള സ്നേഹമാണ്. റാദർ ഇറ്റ് ഈസ് ടു ഗീവ്, തരുവാനുള്ള സ്നേഹം. പുത്രനെ തന്നുകൊണ്ടും ജീവനെ തന്നുകൊണ്ടും നിത്യജീവനെ നൽകേണ്ടതിനും വേണ്ടി നമ്മളെ ആദ്യം സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം. സ്തോത്രം. മനസ്സിലായി കാണുമല്ലോ. ബൈ ഗിവിങ് ഹിസ് ഓൺ ലൈഫ് ആൻഡ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ ആൻഡ് ടു ഗീവ് us eternal life, God loved us first, and that is the love of God. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആഴങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. നമ്മുടെ ജീവന്റെ ആധാരമായി ആ സ്നേഹം തീരട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതുപോലെ സ്തോത്രം, പഴയ നിയമം, മോശയിക ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരം കൈമാറിയത്. സ്തോത്രം. ദൂതന്മാർ മുഖാന്തരം കൈമാറിയത്, അല്ലെങ്കിൽ ദൂതന്മാരുടെ അകമ്പടിയിൽ ദൈവം കൈമാറിയത് എന്ന് പറയുന്നതാണ് കൂടുതൽ ഉത്തമം. സ്തോത്രം. അത് സ്ഥിരമായി നിൽക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ നമ്മുടെ കർത്താവായ യേശു ദൈവപുത്രൻ താൻ അരുളി ചെയ്തു തുടങ്ങിയ ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതിരുന്നാൽ, ഗണ്യമാക്കാതെ പോയാൽ വരുവാനുള്ള ശിക്ഷാവിധി എത്ര കഠിനമായിരിക്കുമെന്ന മുന്നറിയിപ്പ് നാം കണ്ടു. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം കൽപ്പിച്ച പ്രമാണങ്ങൾ നാം, അഥവാ അത് പ്രാപിച്ച ജനം അനുസരിക്കണം എന്നത് ദൈവത്തിൻ്റെ നിബന്ധനയായിരുന്നു. ഒബീഡിയൻസ് വാസ് ദ ഡിമാൻഡ് ഓഫ് the law-giving God from the receivers of the law. ന്യായപ്രമാണ സ്വീകർത്താക്കളായ ഇസ്രായേലിൽ നിന്ന് ന്യായപ്രമാണ ദാതാവായ ദൈവം ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത് അനുസരണമാണ്. അൺകണ്ടീഷണൽ ഒബീഡിയൻസ്. That obedience was the very basis of receiving righteousness. നീതി പ്രാപിക്കുന്നതിനുള്ള നിബന്ധനയായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ അനുസരണം.
ആവർത്തിക്കുന്നു, നീതി നേടിയെടുക്കുന്നതിന്, പ്രാപിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ നിബന്ധനയായിരുന്നു ന്യായപ്രമാണത്തോടുള്ള അനുസരണം. അതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു. കാരണം അവർ തന്നെ അതനുസരിക്കാൻ, നിവർത്തിക്കാൻ ആവോളം ശ്രമിച്ചു. പക്ഷേ ആ ന്യായപ്രമാണം അവർക്ക് ഭാരമായിരുന്നു. ആ ന്യായപ്രമാണം അവർക്ക് ആയിരുന്നു. സ്തോത്രം. നമുക്കറിയാവുന്നൊരു വാക്യമുണ്ടല്ലോ, നമ്മുടെ കൺവെൻഷനുകളിലും പരസ്യയോഗങ്ങളിൽ, തെരുവ് പ്രസംഗങ്ങൾ, ഓപ്പൺ എയർ മീറ്റിംഗ്സിലുമൊക്കെ വളരെയധികം ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്യം. മാത്യു 11:28, മത്തായി 11:28. അധ്വാനിക്കുന്നവരും ഭാരം ഭാരം ചുമക്കുന്നവരും ഉള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും. ആരാ ഈ അധ്വാനിക്കുന്നവർ? എന്തിന്റെ അധ്വാനമാ? ജോലി ചെയ്യുന്ന കാര്യമാണോ ഈ പറയുന്നേ? അല്ല. കുടുംബം പുലർത്താനും ലോൺ അടയ്ക്കാനും EMI അടയ്ക്കാനും വീട് വാങ്ങാനും വണ്ടി വാങ്ങാനും മക്കളെ പഠിപ്പിക്കാനും കല്യാണം കഴിപ്പിക്കാനും ഒക്കെ ജോലി ചെയ്യുന്ന കാര്യമല്ലത് അധ്വാനിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ ഒരൊറ്റ ക്രിസ്ത്യാനിക്കും ജോലി ചെയ്യണ്ടായിരുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നാൽ മതിയായിരുന്നു, ചുമ്മാ ഇരുന്ന് കഴിക്കായിരുന്നു. സുവിശേഷ വേലക്കാർ പോലും അധ്വാനിക്കാതെ വെറുതെ വീട്ടിലിരുന്ന് ചുമ്മാതെ വൈറ്റ് കോളറായിട്ട്, കോളറിലൊന്നും അഴുക്ക് പറ്റാതെ വിയർക്കാതെ ഉപജീവനം കഴിക്കാൻ തിരുവെഴുത്ത് അനുവദിക്കുന്നില്ല. പൗലോസ് പറയുന്നത് വേല ചെയ്യാൻ, പണി ചെയ്യാൻ, അധ്വാനിക്കാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. തിന്നുകയും അരുത്. സ്തോത്രം. അപ്പം ഇത് പണി ചെയ്യരുതെന്നല്ല. പൂർണ്ണസമയ സുവിശേഷകരായാലും അവർ മറ്റ് ഭൗതിക ജോലികളിൽ ഏർപ്പെട്ടില്ലെങ്കിലും സുവിശേഷ വേല വളരെ ശ്രമകരമായ, അധ്വാനം ആവശ്യമുള്ള, മണിക്കൂറുകൾ അതിനുവേണ്ടി ചിലവഴിക്കേണ്ട ഒരു പ്രൊഫഷൻ, ഒരു ഉത്തരവാദിത്വം, ഒരു ഉദ്യോഗമാണ്. അത് യാത്ര ചെയ്യുന്നത്, പഠിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഒക്കെ അതിനകത്തിൽപ്പെടും. സ്തോത്രം. നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ, അറിയുന്നത് പോലെ, 1 മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് അധ്വാനിച്ചേ പറ്റൂ. ചിലപ്പോൾ അത്രയും കൊണ്ടും പറ്റില്ല, ചില ദിവസങ്ങളെടുക്കും. അപ്പം ഈ അധ്വാനത്തെക്കുറിച്ചല്ല പറയുന്നത്. ഭാരം ചുമക്കുന്നവർ എന്തിൻ്റെ ഭാരമാ? ഉത്തരവാദിത്വത്തിൻ്റെ ഭാരമൊന്നുമല്ല, മാനസിക ഭാരം ചുമക്കുന്നവരൊന്നുമല്ല. നമ്മളങ്ങനെ വിളിക്കുന്നത്. അധ്വാനിക്കുന്ന പാട്ടുമുണ്ട് അതുമായിട്ടനുബന്ധിച്ച്. മാനസിക പ്രയാസമുള്ളവർ, രോഗത്തിൻ്റെ ദുഃഖം പേറുന്നവർ, ഏകാന്തതയുടെ, നിരാശയുടെ ഒക്കെ ഭാരം പേറുന്നവരെ ഇങ്ങ് വാ, കർത്താവ് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളുടെ ചുമട് അഴിച്ചു വെക്കും എന്നൊക്കെയാ വിളിക്കുന്നേ. നമ്മൾ സാധാരണ പ്രസംഗിക്കുന്നതും അങ്ങനെയാ. പക്ഷെ അതല്ല ഇവിടുത്തെ അർത്ഥം. പിന്നെന്താ? എന്തിനധ്വാനിക്കുന്നു? പാപമോചനം.
പാപമോചനം പ്രാപിക്കുവാൻ, നീതീകരിക്കപ്പെടുവാൻ അധ്വാനിക്കുക. ന്യായപ്രമാണ നിവർത്തിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകളുടെ ഭാരം പേറുന്നവരെയാണ് കർത്താവ് വിളിക്കുന്നത്. ഇങ്ങ് വാ. 1500 വർഷമായിട്ട് ന്യായപ്രമാണത്തിൻ്റെ ഭാരം പേറി അത് നിവർത്തിക്കാൻ അധ്വാനിച്ച് പരാജയപ്പെട്ട് നീറി കഴിയുന്ന ഇസ്രായേലേ, വാ, എൻ്റെ അടുക്കൽ വാ. ഈ ചുമട് ഞാൻ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നിട്ട് ചുമ്മാതെ നിങ്ങളെ അങ്ങ് വിടത്തൊന്നുമില്ല, പിന്നെ നിങ്ങൾ കാട് കയറിപ്പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ നുകം നിങ്ങളുടെ മേൽ വയ്ക്കും, എൻ്റെ ചുമട് ഞാൻ നിങ്ങളെ ഭരമേൽപ്പിക്കും. എൻ്റെ നുകം എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ലഘുവുമാകുന്നു. എൻ്റെ നുകം വെക്കാം, പക്ഷെ അത് നിങ്ങളെ ഇരുമ്പ് നുകം കൊണ്ട് നിങ്ങളുടെ പെടലി മുറിച്ച് വേദനിപ്പിച്ച് ഒന്നും ചെയ്യത്തില്ല. അത് നിങ്ങൾക്കൊരാശ്വാസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സ്തോത്രം. ചുമട് ഞാൻ തരും, പക്ഷെ അത് വളരെ ലഘുവാ, വളരെ ലഘുവാ. നിങ്ങളെ ന്യായപ്രമാണം ഇല്ലാതെ വെറുതെ സ്വതന്ത്രരായി ഇഷ്ടം പോലെ ജീവിക്കാൻ വിടുന്നതല്ല ഈ പ്രമാണം. ഇതാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിൻ്റെ ഭാരം പേറി നടന്നിരുന്ന ഇസ്രായേൽ, പക്ഷേ കർത്താവ് അവരെ വിളിച്ചിട്ട് സൗജന്യമായിട്ട് നീതി കൊടുക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തെന്ന് ഇവിടെ അപ്പോസ്തോലൻ എബ്രായർ 2:2 പറയുന്ന പഴയ നിയമം, ന്യായപ്രമാണം, അത് കൊടുത്ത ദൈവം പ്രാപിച്ച ഇസ്രായേലിൽ നിന്ന് എന്താഗ്രഹിച്ചു, എന്താവശ്യപ്പെട്ടു? അനുസരണം. അനുസരണം. ആ അനുസരണം എന്തിനു വേണ്ടിയായിരുന്നു? നീതീകരണത്തിന് വേണ്ടി. സ്തോത്രം. ഫിലിപ്പ് ലേഖനം 3:9 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഫിലിപ്പീൻസ് 3:9. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. പിന്നെ അങ്ങനെ പൗലോസ് തൻ്റെ ആഗ്രഹം പറഞ്ഞു പോവുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിൽ നിന്ന്, അതിനെ സ്വതന്ത്രമായിട്ടൊന്ന് പരിഭാഷപ്പെടുത്തി പറയുക, ന്യായപ്രമാണത്തിൻ്റെ അനുസരണത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന, ഞാൻ അധ്വാനിച്ച് നേടിയെടുക്കുന്ന എൻ്റെ സ്വന്തം നീതി അല്ല. ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നീതീകരിക്കപ്പെടണമെന്ന്. Righteousness that can be called my own, based on my obedience to the law's demands, ritualistic uprightness and supposed right standing with God thus acquired. കണ്ടോ, ന്യായപ്രമാണത്തിൻ്റെ കാർമ്മികമായ നിവർത്തീകരണങ്ങളാൽ ഞാൻ നേടിയെടുക്കുന്ന എൻ്റെ സ്വന്തം നീതി അല്ല. സ്തോത്രം. അതിനുവേണ്ടിയാണ് ഇസ്രായേൽ എന്ത് ചെയ്തത്? കഴിഞ്ഞ 15 നൂറ്റാണ്ടുകളായി, കഴിഞ്ഞ 15 എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കാലത്തെ കണക്കാക്കിയാണ് ഞാൻ പറയുന്നത്. മോശയുടെ കാലം തൊട്ട് യേശുവിൻ്റെ കാലം വരെയുള്ള ഏതാണ്ട് 1500 വർഷങ്ങളെയാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ആ 1500 വർഷമായിട്ട് ഇവരെ കിണഞ്ഞു പരിശ്രമിച്ചു പരാജയപ്പെട്ടു. അപ്പോൾ പഴയ നിയമത്തിൻ്റെ അഥവാ ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി നിമിത്തം, പൂർത്തീകരിക്കുന്നത് നിമിത്തം, അനുസരിക്കുന്നത് നിമിത്തമുള്ള സ്വന്തം നീതി,
ഇതായിരുന്നു പഴയ നിയമത്തിൻ്റെ ആവശ്യം. നീതീകരിക്കപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു അവർ ന്യായപ്രമാണം അനുസരിക്കേണ്ടിയിരുന്നത്. അത് കർമ്മമാർഗങ്ങളാലായിരുന്നു, സ്വയ പ്രയത്നത്താലും ആയിരുന്നു. അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരാൾ പോലും ഇല്ല. യേശുക്രിസ്തു അല്ലാതെ വേറെ ആരും ഇല്ല. എന്നാൽ പുതിയ നിയമത്തിന് അനുസരണം വേണ്ടേ? പുതിയ നിയമത്തിൽ അനുസരണം വേണ്ടേ? വേണം. പക്ഷെ വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. വ്യത്യാസം എന്തുവാ? ഇന്ന് നമ്മൾ മുഖവുരയിൽ പറഞ്ഞ കാര്യം, ശത്രുക്കളായിരുന്ന നമ്മെ ദൈവം പുത്രനെയും തൻ്റെ ജീവനെയും തന്നുകൊണ്ടും നിത്യജീവൻ തരേണ്ടതിനായും ഇങ്ങോട്ട് ആദ്യം സ്നേഹിച്ച സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈ സ്നേഹവാനായ ദൈവത്തെ തിരിച്ച് സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണമാണ് പുതിയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത്. സ്തോത്രം. അങ്ങനെ വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ നമുക്ക്, ബാക്കി പറയാമോ? നമുക്ക് ഭാരമുള്ളവയായിരിക്കില്ല. അപ്പോൾ നമ്മൾ പുതിയ നിയമത്തിൻ്റെ പ്രമാണങ്ങളുടെ ഭാരം ചുമക്കുന്നവർ ആയിരിക്കില്ല. എന്ന് വിചാരിച്ച് ഭാരമില്ലേ? ഉണ്ട്. പക്ഷെ ആ ഭാരം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാകുമ്പോൾ ഭാരമില്ലാതെയാകും. ഭാരം ലഘുവായിട്ട് മാറുന്നു, ലഘുവാകുന്നു. അത് നമുക്ക് സുഖം തരുന്ന ഒരു ഭാരമാണ്. സ്തോത്രം. സുഖം തരുന്ന ഒരു ഭാരം. ശരീരമൊക്കെ ചിലപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാരെ ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കാനും ഷേവ് ചെയ്യിക്കാനും ഒക്കെ പോകുമ്പോൾ ഇവിടെയൊക്കെ ചില കടകളിൽ മുടി വെട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫ്രീ മാലിഷിങ് ഉണ്ട്. പണം കൊടുത്ത് കുറെ കൂടെ വേണമെങ്കിൽ ചെയ്യിക്കാം, പണം കൊടുത്ത് ചെയ്യിക്കുന്നതുമുണ്ട്. അവർ തലയിലൊക്കെ ഞെക്കുകയും എന്താണ് പറയുന്നത്, പ്രത്യേക രീതിയിൽ അടിക്കുകയും ഒക്കെ ചെയ്യും. അതൊന്നും നമുക്ക് വേദനയ്ക്ക് ഉള്ളതല്ല. അല്ലാതെ ഞെക്കുന്നതൊക്കെ ഉണ്ട്. അവർ ഈ പെടലിക്ക് വരെ ഞെക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു സുഖമാണ്. ആ ഒരു ഞെക്കലും ഒക്കെ ഒരു സുഖമാണ്. എന്നതുപോലെ ക്രിസ്തുവിൻ്റെ ഭാരം ചുമക്കുന്നത് നമുക്ക് ഭാരമല്ല, പകരം അവൻ്റെ ചുമട് നമുക്ക് ഭാരമല്ല, നമുക്കതൊരു സുഖമാണ്. പിന്നെ സ്തോത്രം. ഏത് പാട്ടില്ല ഉണ്ടല്ലോ, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം, പരലോക തുല്യമൻ വിശ്വാസസേവ. ആ തുടക്കം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. അപ്പം ഞാനത് പാടുമ്പോഴൊക്കെ ഓർക്കാറുണ്ട്, പരമാനന്ദപ്രദം പരിശുദ്ധ ജീവിതം. പരമാനന്ദപ്രദമാണോ പരിശുദ്ധ ജീവിതം? പാപം ചെയ്യാതെ, പാപത്തിൻ്റെ സുഖങ്ങൾ വേണ്ടെന്ന് വെച്ച്, അന്യായമായ വരുമാനവും ലാഭവും ഒക്കെ വേണ്ടെന്ന് വെച്ച്, വേലിയില്ലാതെ ചാടി നടക്കുന്ന ജീവിതം വേണ്ടെന്ന് വെച്ച്, റെയിൽവേ പാളത്തിലൂടെ മാത്രം പോകുന്ന ഒരു ട്രെയിൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനൊക്കാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം പോകുന്ന ആ പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദമോ? ആൾക്കാരെ പറയാ, അയ്യോ വയ്യ, ഒക്കത്തില്ല. ഈ ചന്തസ്ഥലങ്ങളിലൊക്കെ അല്ലെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ചിലപ്പോൾ
ഭിക്ഷയാചിച്ചും വേസ്റ്റ് കൂട്ടിയിടുന്നിടത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നും ജീവിക്കുന്ന കുട്ടികളോ മുതിർന്നവരോ ആയിക്കൊള്ളട്ടെ, കുട്ടികളെ നമുക്ക് എടുക്കാം. ആ കുട്ടികളെ ദയ തോന്നി പിടിച്ചോണ്ട് പോയി നമ്മുടെ വീട്ടിൽ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല തുണിയൊക്കെ ഇടിയിപ്പിച്ച് നല്ല ആഹാരമൊക്കെ കൊടുത്ത് പാർപ്പിച്ചാൽ പാർക്കുമോ ഇവര്? ഇല്ല. റെയിൽവേ സ്റ്റേഷനിലൊക്കെ എൻ്റെ അടുക്കൽ ഭിക്ഷയാചിക്കാൻ വന്നിട്ടുള്ള കുട്ടികൾ വന്നിട്ടുണ്ടെന്ന്, എന്തിനാ മനെ? വിശക്കുന്നെങ്കിലേ, വിശക്കുന്നു സാറേ. ഞാൻ പറഞ്ഞു, വാ, നിനക്ക് ആഹാരം തരാം, എൻ്റെ കൂടെ വാ, വീട്ടിൽ വാ. ഇല്ല, അതിന് വരത്തില്ല, അവർക്ക് പറ്റില്ല. അവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ജീവിതം പരമാനന്ദപ്രദമല്ല. പക്ഷെ ആർക്കാണിത് പരമാനന്ദപ്രദമാകുന്നത്? അപ്പൻ്റെയും അമ്മയുടെയും ഡിസിപ്ലിനിൽ എഴുന്നേൽക്കാൻ സമയം, ഉറങ്ങാൻ സമയം, കഴിക്കാൻ സമയം, ഇങ്ങനത്തെ ഒരു ഡിസിപ്ലിനിൽ ജീവിക്കാൻ, ഒരു അച്ചടക്കത്തിൽ ജീവിക്കാൻ ആർക്കാ സന്തോഷം? ഇതുപോലെ ഇതിനേക്കാൾ വലിയ അച്ചടക്കപരമായ പരിശുദ്ധ ജീവിതം പരമാനന്ദപ്രദമാണെന്ന് ഭക്തനല്ലേ പറയാൻ പറ്റൂ? അതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുക്കൽ വാ. നിങ്ങളുടെ ഭാരം, നിങ്ങളെ നിലത്തിട്ടിട്ട് മുകളിൽ ശ്വാസം വിടാൻ പോലും വയ്യാതെ വെച്ചിരിക്കുന്ന ന്യായപ്രമാണത്തിൻ്റെ ചുമട് ഞാൻ എടുത്തു മാറ്റാം. എന്നിട്ട് നിങ്ങൾക്ക് സുഖം തരുന്ന, ഒരു മാലീഷിങ്ങിൻ്റെ സുഖം തരുന്ന ചുമട് ഞാൻ നിങ്ങളുടെ മേൽ വെക്കാം. അത് വളരെ ലഘുവാണ്, അത് സുഖമാണ്, അത് പരമാനന്ദപ്രദമാണ്. അത് ചുമക്കും തോറും, അതനുസരിക്കും തോറും നമുക്ക് ഏറെ ആനന്ദമാണ്, സന്തോഷമാണ്. സ്തോത്രം. അപ്പോൾ പുതിയ നിയമത്തിലും എന്തുണ്ട്? അനുസരണമുണ്ട്. ആ അനുസരണം പക്ഷേ ഭാരമല്ല, പിന്നെ ആനന്ദകരമാണ്, പരമാനന്ദപ്രദമാണ്. അപ്പോൾ ചിലര് അനുസരണം വേണ്ട, അനുസരണത്തെക്കുറിച്ച് പറയുന്നത് തെറ്റാണ്, ന്യായപ്രമാണ യുഗത്തിലേക്കുള്ള ലീഗലിസ്റ്റിക്കായൊരു പോക്കാണെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞതാണ്. പുതിയ നിയമാനുസരണം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ക്രൂശിലെ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാണ്, നന്ദിയോടെയുള്ള പ്രതികരണമാണ്. സ്തോത്രം. അതാണ് നാം അവിടെ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. അപ്പം ഈ ഭാഗത്ത് എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് 1-ാമത്തെ താക്കീതാണ്. 5 മുന്നറിയിപ്പുകളിൽ 1-ാമത്തെ താക്കീത്, വാണിംഗ് അഗൈൻസ്റ്റ് ഡിസ്റിഗാർഡിങ് ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തെ ഗണ്യമാക്കാതെ പോകുന്നതിന് എതിരായിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ദൈവവചനത്തെ നാം അനുസരിക്കണം, വചനം അനുസരിക്കണം. ദൈവം നമുക്കത് നൽകിയിരിക്കുന്നത് അനുസരിക്കാൻ വേണ്ടിയാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഞാൻ ആവർത്തിച്ചോട്ടെ. നമുക്ക് സന്തോഷമുള്ളതും നമുക്ക് എളുപ്പമുള്ളതും മാത്രം അനുസരിച്ചാൽ പോരാ. പണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ചില കുട്ടികൾ, ചിലപ്പോൾ നമ്മളും ചിലരൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നിരിക്കാം. നാളത്തെ മാത്സിൻ്റെ എക്സാമിന് ഇന്ന് കൊച്ചു പഠിക്കുന്നത് മലയാളം സെക്കൻഡ് പേപ്പറാണ്. മലയാളം ഫസ്റ്റും അല്ല, മലയാളം സെക്കൻഡ് പേപ്പർ, കഥ പോലെ.
ചോദിച്ചപ്പോൾ പറഞ്ഞു, മലയാളം സെക്കൻഡ് പേപ്പർ ഇന്നലെ കഴിഞ്ഞു, നാളെ മാത്സാ. പക്ഷേ നാളത്തെ കണക്കിൻ്റെ പരീക്ഷയ്ക്ക് ഇന്ന് പഠിക്കുന്നത് ഇന്നലെ കഴിഞ്ഞു പോയ മലയാളത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. എന്താടാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, കണക്ക് എനിക്കൊന്ന് ഇഷ്ടമല്ല, മറ്റൊന്ന് എനിക്ക് ഭയങ്കര പാടാണ്. സോ ഹാർഡ് ആൻഡ് ഐ ഡിസ്ലൈക്ക് ഇറ്റ്, ഐ ഡോണ്ട് ലൈക്ക്. അതേസമയം മലയാളം ഈ സെക്കൻഡ് പേപ്പറോ എനിക്കൊത്തിരി ഇഷ്ടവുമാണ്, അതെനിക്കൊത്തിരി ലളിതമാണ്, എളുപ്പമാണ്. കൊച്ചു പഠിക്കുന്നത് എന്തുവാ? അവന് ഇഷ്ടമുള്ളതും അവന് ലളിതമായതും. ദൈവവചനത്തിലെ നമുക്കിഷ്ടമുള്ളതും ലളിതമായതും മാത്രം അനുസരിച്ചാൽ മതിയോ? പോരാ. നമുക്ക് കഠിനം എന്ന് തോന്നുന്നതും പ്രയാസം എന്ന് തോന്നുന്നതും നാം അനുസരിക്കണം. അതിലെ സകല വചനങ്ങളും അനുസരിക്കേണ്ടതിന്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ. ആവർത്തനം 29 അവസാനത്തെ വാക്യം. ഡ്യൂട്ടറോണമി 29 ലാസ്റ്റ് വേഴ്സ്. ഈ ന്യായപ്രമാണത്തിന്റെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന് എന്നേക്കും നമുക്കും നമ്മുടെ മക്കൾക്കും ഉള്ളവയാകുന്നു. സ്തോത്രം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യഹോവയ്ക്കുള്ളതാണ്, വെളിപ്പെട്ടിരിക്കുന്നവയോ നമുക്കും നമ്മുടെ മക്കൾക്കും. എത്ര കാലത്തേക്ക്? എന്നേക്കും. എന്തിന്? അതിലെ സകല വചനങ്ങളും അല്ലെങ്കിൽ പ്രമാണങ്ങളും അല്ലെ നിയമങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. ദൈവവചനത്തിലെ മുഴുവൻ പ്രമാണങ്ങളും നാം അനുസരിക്കണം. സ്തോത്രം. അപ്പോൾ ദൈവവചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അനുസരിക്കുവാൻ വേണ്ടിയാണ്. അനുസരിക്കുവാൻ വേണ്ടിയാണ്. സ്തോത്രം. The demand of God is utter obedience and unconditional obedience of the entire scripture. തിരുവെഴുത്തുകൾ മുഴുവനും അതേപടി അനുസരിക്കുക, വ്യവസ്ഥകൾ കൂടാതെ അനുസരിക്കുക, സമ്പൂർണമായും അനുസരിക്കുക, എന്തു വില കൊടുക്കേണ്ടി വന്നാലും അനുസരിക്കുക എന്നതാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതില്ലെങ്കിൽ, വചനം അനുസരിക്കുന്നില്ലെങ്കിൽ നമുക്ക് കടുത്ത ശിക്ഷാവിധി ഉണ്ടെന്ന താക്കീതാണ് ഇവിടെ ലഭിക്കുന്നത്. ദൈവവചനത്തോട് കാണിക്കുന്ന 2 പാപങ്ങളെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഒന്ന് ലംഘനം, മറ്റൊന്ന് അനുസരണക്കേട്. ഒന്ന് ലംഘനം, മറ്റൊന്ന് അനുസരണക്കേട്. സ്തോത്രം. ലംഘനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. ട്രസ്പാസ്, വയലേഷൻ, ട്രാൻസ്ഗ്രഷൻ എന്നൊക്കെയാണ് അതിന് കൊടുക്കുന്ന പേരുകൾ. ലംഘനം, ട്രസ്പാസ്, അതുപോലെ ട്രാൻസ്ഗ്രഷൻ. സ്തോത്രം. ട്രസ്പാസ് ആൻഡ് ട്രാൻസ്ഗ്രഷൻ. ട്രസ്പാസിന് കൊടുത്തിരിക്കുന്ന മൂലവാക്ക്
പാരാപ്റ്റോമ എന്നൊരു വാക്കാണ്. പാരാപ്റ്റോമ, PARAP TO, ഓ ലോങ് ഓയാണ്, ടോമ TOMA, പാരാപ്റ്റോമ, സിംഗിൾ വാക്ക, പാരാപ്റ്റോമ. പാരാപ്റ്റോമ എന്ന ട്രസ്പാസ് അഥവാ അതിക്രമം, അതിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് എ ഫോൾ സ്റ്റെപ്പ്, തെറ്റായ ചുവട്, തെറ്റായ ചുവടുവയ്പ്, എ ബ്ലണ്ടർ, ഭോഷത്വപരമായ ചുവടുവെപ്പ്. മണ്ടത്തരം, ഭോഷത്വപരമായ ചുവടുവയ്പിലൂടെ ദൈവം നിയമിച്ച അതിരുകളെ ലംഘിക്കുന്ന, അതിര് കടന്നു പോകുന്ന അവസ്ഥ. എ ഫോൾ ബിസൈഡ്, എ ഫോൾ ബിസൈഡ്, ടു ഫോൾ അവേ, ടു ഫോൾ അവേ. സ്തോത്രം. ട്രസ്പാസ് എന്നുള്ളതാണ് ഈ പാരാപ്റ്റോമ എന്നുള്ളത്. എന്നാൽ ട്രാൻസ്ഗ്രഷനാണ് പാരാബേസിസ് എന്നുള്ളത്. പാരാബേസിസ്, ട്രാൻസ്ഗ്രഷൻ, ട്രസ്പാസ്, രണ്ട് പദങ്ങൾ, എന്നാൽ ഏതാണ്ട് ഒരേ അർത്ഥത്തിലുള്ളതാണ്. പാരാബെയ്നോ, അതുപോലെ നമുക്കിവിടെ ഉള്ളത് പാരാബേസിസ്, നൗണാണ്. ഗോയിങ് എസൈഡ് ഏതാണ്ട് ഒരേ അർത്ഥമാണ്. ഫോൾ എസൈഡ്. അപ്പോൾ ഈ രണ്ട് പദങ്ങളും ലംഘനം എന്ന്, അതുപോലെ വയലേഷൻ എന്ന്, ഈ മൂന്ന് പദങ്ങളും ലംഘനമെന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ രണ്ട് പദങ്ങളും വിശേഷിച്ചെടുത്തു പറഞ്ഞതാണ്, ട്രസ്പാസ് ആൻഡ് ട്രാൻസ്ഗ്രഷൻ. ട്രസ്പാസ് ആൻഡ് ട്രാൻസ്ഗ്രഷൻ. And a deliberate choosing to disobey. ഈ പാരാബേസിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എ ഡെലിബറേറ്റ് ചൂസിങ്, an intentional choosing to disobey. അനുസരിക്കാതിരിക്കാൻ മനഃപൂർവമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. Is this a transgression is a willful trespass. Transgression is a willful trespass. ഈ ലംഘനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് മനഃപൂർവമായി അതിര് കടക്കുക, മനഃപൂർവമായി വരച്ചിരിക്കുന്ന വര മുറിച്ച് കടക്കുക എന്നുള്ളതാണ്. അറിയാതെ മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് പോലും അങ്ങനെ സംഭവിക്കുന്നു. ശിംശോന്റെ ഒക്കെ പാപത്തെക്കുറിച്ച് അങ്ങനെയാണ് നാം കാണുന്നത്. ഹി വാസ് എ നാസറൈറ്റ്, ഒരു നാസീർ വ്രതക്കാരനായിരുന്നു ശിംശോൻ. അവന് ബാല്യത്തിൽ തന്നെ അവൻ്റെ മമ്മി നാസീർ വ്രതത്തിൻ്റെ വ്യവസ്ഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവനറിയാം. അതും ന്യായപ്രമാണത്തിൻ്റെ നിയമമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന അമ്മമാർ, ഭക്ഷണം കൊടുക്കുന്ന അമ്മമാർ, പാലും ഭക്ഷണവും മാത്രമല്ല, അതോടൊപ്പം ദൈവവചനവും അവർക്ക് കൊടുക്കണമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് വേണ്ടത്.
നമ്മുടെ നാട്ടിൽ ചോറും ചൊല്ലും എന്ന് പറയാറുണ്ടല്ലോ. ചോറ് മാത്രം കൊടുത്താൽ പോരാ, ചൊല്ലും കൂടെ കൊടുക്കണം, ഉപദേശം കൂടെ കൊടുക്കണമെന്ന്. നമുക്ക് വെറും ചൊല്ലല്ല, ദൈവവചനമാണ് അവരെ പഠിപ്പിക്കേണ്ടത്. കൊച്ചു കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഭാഷയിൽ ചൈൽഡ് ഡെഡിക്കേഷൻ എന്ന് പറയും. അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ശുശ്രൂഷയോ കാര്യങ്ങളോ ഒന്നും അല്ലത്. പിന്നെ ഒരു കുടുംബം അങ്ങനെ ഒരു കാർമ്മികത വേണമെന്ന് വെച്ചാൽ വിലക്കത്തുമില്ല. അതിൽ കാര്യം പറയാൻ ഒരു അവസരമായിട്ട് കണ്ടെത്തുമെന്ന് മാത്രം. കാരണം മറ്റൊന്നുമല്ല, ഈ സമർപ്പണ ശുശ്രൂഷ എന്ന് പറയുന്ന കാര്യം ഇത് ചെയ്യേണ്ടത് ആരാണ്? സ്വന്തം അപ്പനോ വത്സൽ. സ്വന്തം പേരൻസാ, പാസ്റ്റർ അല്ല. പിന്നെ ചർച്ചിൽ അങ്ങനെ ഒരു ശുശ്രൂഷ നടത്തുന്നെങ്കിൽ അതെന്തു മാത്രമേ ഉള്ളൂ? മാതാപിതാക്കൾ അവരുടെ സമർപ്പണത്തെ പരസ്യമാക്കുന്നു എന്ന് മാത്രം. പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തവർക്ക് ഒരു ഊണൊക്കെ കൊടുക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആശുപത്രിയിലൊക്കെ ഓടി നടന്ന പാസ്റ്റർക്ക് ഒരു കൈമുടക്കമൊക്കെ കൊടുക്കാൻ ഒരു അവസരമായിട്ട് കാണുന്നെങ്കിൽ ഞങ്ങളത് തെറ്റു പറയുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ആ സമർപ്പണം ആരുടേതാണ്? അപ്പൻ്റെ അമ്മയുടേതും. എപ്പോൾ? പ്രസവിച്ച് 2 മാസം കഴിഞ്ഞിട്ടാണോ? 56 കഴിഞ്ഞിട്ട്? ആ കുഞ്ഞ് വയറ്റിൽ ഉരുവായി എന്നറിയുന്ന നേരം മുതൽ, അതിനു മുമ്പ് വേണം, എന്നാൽ ആ കുഞ്ഞ് ജനിച്ചു, ഉള്ളിൽ ഉരുവായി എന്നറിയുന്ന നേരം മുതൽ അപ്പനും അമ്മയും കൈകോർത്ത് പിടിച്ചും അമ്മയുടെ വയറ്റത്ത് കൈവച്ചും ദൈവഹിതത്തിനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പിന്നെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അപ്പനോ അമ്മയോ, അല്ല ആശുപത്രികളിലേക്കാണല്ലോ ഇപ്പോൾ, അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് 2 പേർക്കും കൂടെ കുഞ്ഞുമൊത്ത് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഡിസ്ചാർജൊക്കെ ആയി വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യ സമയം ആ കുഞ്ഞിനെ കരങ്ങളിൽ ഏന്തിയോ ആ കുഞ്ഞിൻ്റെ മേൽ കൈവച്ചോ അപ്പനും അമ്മയും കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആ കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്ന് ഇരുവരും കൂടെ ദൈവസന്നിധിയിൽ ആ കുഞ്ഞിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്ന നേരം മുതലേ തീരുമാനമെടുക്കണം. ഇത് പാസ്റ്റർ നടത്തുന്ന ഒരു കർമ്മമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനോട് എനിക്ക് വിയോജിപ്പുണ്ടെന്ന്. എന്നാൽ ഇതൊക്കെ ചെയ്തിട്ട് ഒരു പബ്ലിക് അപ്രൂവൽ, ഒരു പരസ്യമായ അംഗീകരണം അല്ലെങ്കിൽ പ്രഖ്യാപനം, അംഗീകരണമൊന്നുമല്ല, പരസ്യമായ ഒരു സാക്ഷീകരണം എന്ന നിലയിൽ ആ ഒരു ചടങ്ങ് നടത്തുന്നെങ്കിൽ അതൊരു ശുശ്രൂഷയായി നമുക്ക് കണ്ട് അതിനെ അതിൻ്റെ ആത്മീയ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ കുഴപ്പമില്ല. അതിൽ പ്രാർത്ഥിച്ചവർക്കും ഒക്കെ ഒരു സന്തോഷം, ഊണ് കൊടുക്കുകയോ സദ്യ കൊടുക്കുകയോ മിഠായി കൊടുക്കുകയോ എന്നൊക്കെ ഉള്ളതിൽ. വീടിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്, വീട് സമർപ്പണത്തിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ സമർപ്പണം ആ വ്യക്തികളാണ്, ആ കുടുംബമാണ്. പിന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചവരും, ഇപ്പോൾ ഒരു വീടിൻ്റെ ആണെങ്കിൽ പ്രാർത്ഥിച്ചവരും സഹായിച്ചവരും ഒക്കെ ഒത്തിരി കാണും. അവരെയൊക്കെ വിളിച്ച് ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി, തീ കത്തിക്കാൻ എന്നുള്ള പരിപാടിയല്ലത്. അതൊക്കെ പ്രാർത്ഥിച്ച് അവരവർ തന്നെ കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. പിന്നെ സഭ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് പല സഹായങ്ങൾ ചെയ്തു. അതിനൊക്കെ വേണ്ടി സഭയെ വിളിച്ച്, ബന്ധപ്പെട്ടവരെ വിളിച്ച് ഒരു സന്തോഷം പങ്കിടുന്നു. അതാണ് അവിടെ.
സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ശിശുപ്രതിഷ്ഠ എന്നൊരു സംഗതിയാണ്. ഇവൻ ചിലർ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ നിർത്താതെ കരയൊക്കെ ചെയ്യാന്നെങ്കിൽ പാസ്റ്റർമാർ പോലും ചോദിക്കും, "ഓ, കുഞ്ഞിനെ പ്രതിഷ്ഠിച്ചായിരുന്നോ?" ഇല്ല. ആ, എന്നാ ഒന്ന് പ്രതിഷ്ഠിക്കുക, അത് കഴിയുമ്പം ഈ കരച്ചിലങ്ങ് മാറുമെന്ന്. അത് തെറ്റായ ഉപദേശമാണ്. എവിടാ ചർച്ചിൽ ഡെഡിക്കേഷൻ മിനിസ്ട്രി ചെയ്തോന്നായി ചോദിക്കുന്നത്. അത് ചെയ്യാത്തത് കൊണ്ട് രോഗം ഉണ്ടാവുകയോ കുഞ്ഞ് കരയുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ. അത് തെറ്റായ ഉപദേശത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ അർത്ഥത്തിൽ സമർപ്പണ ശുശ്രൂഷ പരസ്യപ്പെടുത്തി വലിയ രീതിയിൽ നടത്തിക്കോ. 10 പേരോട് കർത്താവിനെ കുറിച്ച് പറയാനൊരു അവസരമാണെങ്കിൽ അവിശ്വാസികളെയും കൂടെ വിളിക്കേ, ബന്ധുക്കാരെയൊക്കെ വിളിക്കേ. ഞങ്ങളുടെ ഇവിടെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ പേരിടിയിലെന്നും പറഞ്ഞൊരു കർമ്മം ഇവിടേക്കൊക്കെ ഉണ്ട്. അപ്പം കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ വേണമെങ്കിൽ ആ പേരിൽ വിളിച്ചിട്ട് കർത്താവിനെ കുറിച്ച് പറയാനൊരു അവസരമാകും അത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സമർപ്പണ ശുശ്രൂഷകളിൽ ഊന്നിപ്പറയേണ്ട ഒരു സംഗതിയാണ്, ഊന്നിപ്പറയുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് ഞാൻ അമ്മയോട് പറയാറുണ്ട്, അമ്മമാരോട്, ഈ കുഞ്ഞിന് നിങ്ങൾ പാലൂട്ടുകയും ഭക്ഷണം കൊടുക്കുകയും മാത്രമല്ല, പാലൂട്ടുന്ന സമയത്ത് തീരെ കുഞ്ഞാണെങ്കിൽ, തീരെ ശൈശവാവസ്ഥയിലാണെങ്കിൽ, പാലൂട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കെ, കർത്താവേ, ഈ കുഞ്ഞ് എൻ്റെ പാല് നുകരുന്നത് പോലെ അങ്ങയുടെ വചനത്തിൻ്റെ നിർമ്മലമായ പാല് ഈ കുഞ്ഞിലേക്ക് അങ്ങ് പകരണമേ. ഈ കുടിക്കുന്ന പാല് കുഞ്ഞിൻ്റെ ആരോഗ്യ കാരണമാകുന്നത് പോലെ മാനസികവും ബൗദ്ധികവും ഒക്കെയായ വികാസത്തിനുതകുന്നത് പോലെ കർത്താവേ, അങ്ങയുടെ വചനം ഈ കുഞ്ഞിൽ പരിവർത്തിക്കുവാൻ, ഇതിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകുവാൻ, പരിപോഷണ കാരണമാകുവാൻ ഒക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ, ആ കുഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രായമാകുന്ന സമയം പാല് കുടിപ്പിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിനോടൊപ്പം അതിൻ്റെ പ്രായത്തിനനുസരിച്ച് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക. തിരുവെഴുത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ നേരം മൊബൈലിലെ യൂട്യൂബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ TV ഓൺ ചെയ്ത് കൊടുക്കും. അത് കണ്ടുകൊണ്ടിരുന്ന ഇവർ കഴിക്കുന്നത്. അരുത്. ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഉറക്കാൻ കിടത്തുമ്പോൾ, കുളിപ്പിക്കുമ്പോൾ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. സ്തോത്രം. അപ്പോൾ ഈ ദൈവവചനം നാം എന്ത് ചെയ്യണം? അതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കണം, ലംഘിക്കരുത്. ലംഘനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ട്രസ്പാസ് ആൻഡ് ട്രാൻസ്ഗ്രഷൻ, ഒരു വയലേഷൻ, അതിര് കടക്കുക, മനഃപൂർവം അനുസരണക്കേട് കാണിക്കുക, ദൂതർ മുഖാന്തരം കൈമാറിയ വചനത്തിൻ്റെ ലംഘനത്തിന് തക്കതായ പ്രതിഫലം ദൈവം കൊടുത്തു എങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞു തുടങ്ങിയ ദൈവവചനത്തിൻ്റെ ലംഘനത്തിന് ദൈവം കൽപ്പിക്കുന്ന ശിക്ഷാവിധി ചിന്താതീതമാണെന്ന് ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ശിംശോന്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ശിംശോൻ അതുകൊണ്ട് ശൈശവം മുതലേ മാതാവിൽ നിന്ന്
നാസീർ വ്രതത്തിൻ്റെ കാര്യങ്ങൾ അറിയാമായിരുന്നു. പക്ഷെ അവൻ വളർന്നപ്പോൾ എന്തു ചെയ്തു? അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചു. സിംഹത്തിൻ്റെ ശവം അല്ലെങ്കിൽ ഉടലിൽ നിന്ന് രുചികരമായ തേൻ വിലക്കപ്പെട്ടത് അവൻ കഴിച്ചു. അപ്പനും അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു. അവരും അറിഞ്ഞില്ല ഇത് എവിടെ നിന്നാണെന്ന്. അവരും കഴിച്ചു. അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ വ്രതത്തിൻ്റെ നിയമങ്ങളെ, പ്രമാണങ്ങളെ ശിംശോൻ ലംഘിച്ചു. അതെല്ലാം നമുക്ക് ഈ വ്രതത്തെക്കുറിച്ച്, അതിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് സംഖ്യാപുസ്തകം 6-ാം അധ്യായം 1 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണാൻ പറ്റും. നമ്പേഴ്സ് 6:1-5. അവിടെ ദ ലോ ഓഫ് നാസറേൻ, നാസിർ വ്രതക്കാരൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് കാണാം. അത് ലംഘിക്കുന്നത് നമുക്ക് ജഡ്ജസ് 14, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ കാണാം. തുടർന്ന് വേറെയുണ്ട് അധ്യായം, വേറെയും ശിംശോന്റെ ജീവകാലം മുഴുവനും അങ്ങനെ പലതും താൻ ചെയ്തു. തൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിച്ചു. ഒടുവിൽ സംഭവിച്ചത് നമുക്കറിയാം. ജഡയെല്ലാം നഷ്ടപ്പെട്ടവനായി, കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച്, ചെമ്പിൻ്റെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട്, ശക്തി ക്ഷയിച്ച്, ഫെലിസ്തീയ സ്ത്രീകളുടെ ഹാൻഡ് മിൽ, അവരുടെ കൈകൊണ്ട് ആട്ടുന്ന ചക്ക്, അതിൽ അവരുടെ ധാന്യങ്ങൾ പൊടിച്ച്, അവരുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വാദ്യോപകരണങ്ങൾ ശബ്ദം മുഴക്കുന്നതനുസരിച്ച് ഡാൻസ് കളിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ച് ബന്ധനസ്ഥനായിരിക്കുന്ന ശിംശോൻ. കാരണം നമ്മൾ പഠിച്ചതാണ്, ഇറസ്പോൺസിബിൾ റിലീജിയോസിറ്റി, നിരുത്തരവാദിത്വപരമായ ആത്മീയ ജീവിതം, തൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഗൗരവമില്ലായ്മ, ദൈവം പകർന്നു കൊടുത്ത ദൈവിക വ്യവസ്ഥകളെ വളരെ ലാഘവ ബുദ്ധിയോടെ കൈകാര്യം ചെയ്തു. ഇറസ്പോൺസിബിൾ religiosity. Also, he was given to hypersensuality. അതിര് കവിഞ്ഞ ഇന്ദ്രിയ സുഖങ്ങൾക്ക് അവനെ തന്നെ വിട്ടുകൊടുത്തു. അവൻ്റെ മനസ്സും അവൻ്റെ ഇന്ദ്രിയങ്ങളും കൊതിച്ചതൊക്കെ ഒരു വിലക്കും കൂടാതെ അവൻ അവയ്ക്കെല്ലാം നൽകി. ഹൈപ്പർ സെൻഷ്വാലിറ്റി, സെൻസസ്, ഇന്ദ്രിയ സുഖങ്ങൾക്ക് അവൻ അടിപ്പെട്ടുപോയി. അടിപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അവൻ ലംഘിച്ചു. അറിയാതെയാണോ? അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അവനത് ലംഘിച്ചു. സ്തോത്രം. പുതിയ നിയമത്തിലും ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. ആ വചനം നാം ലംഘിക്കരുത്. സ്തോത്രം. ഇതാണ് ലംഘനം. അടുത്ത പാപത്തെക്കുറിച്ച് അവിടെ പറയുന്നത് അനുസരണക്കേട് എന്നുള്ളതാണ്. ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. നമുക്കറിയാം, ആദിമ മനുഷ്യൻ്റെ 2 പ്രധാനപ്പെട്ട പാപങ്ങളായിരുന്നു ഇത് രണ്ടും. എന്തൊക്കെ? ലംഘനം,
അനുസരണക്കേട്. റോമർ 5:14 നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ. റോമൻസ് 5:14, 5:14. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. കണ്ടോ? ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവർ. ആദാമിൻ്റെ ലംഘനം. എന്താ ലംഘിച്ചത്? ദൈവം കൊടുത്ത പരിധി, ദൈവം കൊടുത്ത പ്രമാണം ലംഘിച്ചു. സ്തോത്രം. ലംഘനം. അതുകൊണ്ടാണ് 32-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പ്രാർത്ഥിച്ചത്. അവിടെയാണല്ലോ, അവിടെ നമ്മൾ തുടങ്ങിയത്. സ്തോത്രം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. സ്തോത്രം. ഡിസൊബീഡിയൻസ്. ആൻഡ് ട്രാൻസ്ഗ്രഷൻ ഓർ ട്രസ്പാസിങ്. സ്തോത്രം. ഇവിടെ എടുത്തു പറയുന്ന 2 പാപങ്ങളാണ്: അനുസരണക്കേടും ലംഘനവും. ഇത് രണ്ടും ആദാമ്യ പാപമായി നമുക്ക് മനസ്സിലാക്കാം. അതിലൊന്ന് നമ്മളിവിടെ കണ്ടു, ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായ പാപം. അപ്പം ഇതെല്ലാം പാപത്തിൻ്റെ പട്ടികയിൽ പെടുന്നതാണ്, അല്ലെങ്കിൽ പാപത്തിൻ്റെ ഗണത്തിൽ പെടുന്നതാണ്. സ്തോത്രം. ഡിസൊബീഡിയൻസ്. നമ്മൾ നേരത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആദാമിൻ്റെ പാപത്തിൻ്റെ 3 തലങ്ങൾ ഓർമ്മ കാണുമായിരിക്കുമല്ലോ, ആവർത്തിക്കേണ്ടി വരില്ലല്ലോ. അതുകൊണ്ട് പറയണോ? പറയണം. ആവർത്തന വിരസത ഒഴിവാക്കാനാണ്. ഓക്കെ. 3 തലങ്ങൾ. 1 ഡൗട്ട്, സംശയം. 2 ഡിസ്ബിലീഫ്, അവിശ്വാസം. 3 ഡിസൊബീഡിയൻസ്. എന്ന് വെച്ചാൽ, ഒന്നാമത് അവൻ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ സംശയിച്ചു. സംശയം, ഡൗട്ട്. He doubted the purpose and also the person of God. 2, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ സംശയിച്ചപ്പോൾ ദൈവവചനത്തെ അവൻ അവിശ്വസിച്ചു. ദൈവവചനത്തെ അവൻ അവിശ്വസിച്ചു. When he doubted the purpose of God, it was so easy for him to disbelieve God's word. When he disbelieved God's word, it was easy for him to break God's commandment or disobey his commandment. ദൈവത്തിൻ്റെ വചനത്തെ അവൻ അവിശ്വസിച്ചപ്പോൾ ദൈവകൽപ്പന ലംഘിക്കുവാൻ അവൻ എളുപ്പമായി. അപ്പം 1 സംശയം, 2 അവിശ്വാസം, 3 ലംഘനം അല്ലെങ്കിൽ അനുസരണക്കേട്. ദൈവം അവനോട് പറഞ്ഞു, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്. ദൈവത്തിൻ്റെ ഉദ്ദേശം പരിശുദ്ധമായിരുന്നു, അവന് വേണ്ടി നല്ലതായിരുന്നു. പക്ഷെ സാത്താൻ വന്നിട്ട് പറഞ്ഞു, ഇല്ല, നിങ്ങൾ തിന്നാൽ കണ്ണു തുറക്കും, അത് ദൈവത്തെപ്പോലെ നിങ്ങളാകും. ഇതറിയാവുന്ന ദൈവം നിങ്ങൾ അങ്ങനെ ആകാതിരിക്കാൻ പറഞ്ഞതാ. ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ
സാത്താൻ പറഞ്ഞപ്പോൾ, ഓ അത് ശരി, അപ്പോൾ ഞങ്ങൾ ദൈവത്തെ പോലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലല്ലേ എന്ന് സംശയിച്ചു. സംശയം വന്നപ്പോൾ, നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ മരിക്കും എന്ന് പറഞ്ഞ ദൈവവചനത്തെ സാത്താൻ മരിക്കത്തില്ല എന്ന് പറഞ്ഞ വചനത്താൽ അവിശ്വസിച്ചു. അവിശ്വാസം വന്നു കഴിഞ്ഞപ്പോഴേക്കും തിന്നരുത് എന്ന കൽപ്പന ലംഘിച്ചു. ബ്രോക്ക് ദ കമാൻഡ്മെന്റ്. കണ്ടോ, അനുസരണക്കേട്, ലംഘനം, ഇത് രണ്ടും ഒരുമിച്ച് കിടക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ദൈവം കൊടുത്തു. പ്രിയരെ, ഈ ലംഘനവും അനുസരണക്കേടും ഭായി രണ്ടും ഒരുമിച്ച് നിൽക്കുക. അതിനു മുമ്പ് വരുന്ന കാര്യമാണ് സംശയവും അവിശ്വാസവും. അത് രണ്ടും തന്നെയും പാപമാണ്. അവിശ്വാസവും പാപമാണ്. ദൈവത്തെയും ദൈവസ്നേഹത്തെയും സംശയിക്കുന്നതും പാപമാണ്. സ്തോത്രം. സംശയിക്കുന്നതും പാപം. അതുകൊണ്ട് നാം ഈ പാപങ്ങളിൽ അകപ്പെടാതെ നമ്മുടെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ ദൈവവചനത്തെ പൂർണ്ണമായും വിശ്വസിച്ച് അനുസരിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരാകുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. സ്തോത്രം. ഈ രാത്രി അതിനായി ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം ആരും തള്ളപ്പെടാതെ കൊള്ളപ്പെടേണ്ടതിന്, കർത്താവിനോടുകൂടെയുള്ള നിത്യത ആ സ്നേഹക്കൂട്ടായ്മയിൽ വസിക്കേണ്ടതിന് നമ്മെ സമർപ്പിച്ച് മുൻപോട്ട് ജയത്തോടെ ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.